നോർത്തേൺ അയർലൻഡിൻ്റെ തലസ്ഥാന നഗരം, ലോകപ്രശസ്തമായ ടൈറ്റാനിക് നിർമ്മിച്ച നാട്, നോർത്തേൺ അയർലൻഡിൻ്റെ 1/3% ആളുകളും വസിക്കുന്ന സ്ഥലം, ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ ലിനൻ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ടായിരുന്ന നാട്. അതെ, ഞാൻ ഈ പറയാൻ പോകുന്നത് ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ നോർത്തേൺ അയർലൻഡ്, ബെൽഫാസ്റ്റ്. ലണ്ടനിൽ നിന്ന് ബെൽഫാസ്റ്റിലേക്ക് 1.5 hour ഫ്ലൈറ്റ് ടൈം എടുക്കുള്ളൂ. ഈ നോർത്തേൺ അയർലൻഡ് UK ഒരു പാർട്ടായതുകൊണ്ട് പാസ്പോർട്ടോ അല്ലെങ്കിൽ വേറെ ഡോക്യുമെന്റ്സിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ ബെൽഫാസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങി. ഈ ബെൽഫാസ്റ്റ് നഗരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കപ്പൽ നിർമ്മാണത്തിലെ ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു നാടാണ് ബെൽഫാസ്റ്റ്. അങ്ങനെ 1912 ഇവര് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ടൈറ്റാനിക് നിർമ്മിച്ചു. ഒരിക്കലും മുങ്ങില്ല അല്ലെങ്കിൽ ഒരിക്കലും മുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് വേണ്ടി ഇവർ ഈ ടൈറ്റാനിക് കപ്പലിന്റെ യാത്ര ആരംഭിച്ചത്. എന്നിട്ട് ആ യാത്ര ലോകം കണ്ട ഏറ്റവും വലിയ ട്രാജഡികളിൽ ഒന്നായി മാറി. പണ്ട് നടന്ന ഈ കാര്യം നമ്മളൊക്കെ അറിയുന്നത് ജെയിംസ് കാമറോൺ ഷൂട്ട് ചെയ്ത ടൈറ്റാനിക് എന്ന പടം 1997 ഇറങ്ങിയപ്പോഴാണ്. അതിലെ ആ ജാക്കും റോസും അവരുടെ പ്രണയകഥയും പിന്നെ ടൈറ്റാനിക് മുങ്ങാനുണ്ടായ സാഹചര്യങ്ങളും അതും മാത്രം നമുക്കറിയുള്ളൂ. അതല്ല, ടൈറ്റാനിക്കിനെ പറ്റി ഒരുപാട് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ടൈറ്റാനിക് ബെൽഫാസ്റ്റ് മ്യൂസിയം. ഇതിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ടൈറ്റാനിക് ഇത്ര ഫേമസ് ആവാൻ കാരണമെന്നും അന്നത്തെ കാലത്ത് അവർ ചെയ്തു വെച്ച ഇതിൻ്റെ ടെക്നോളജിയും നിർമ്മാണ ശൈലികളും. ഒന്ന് ഓർത്തോക്ക്, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പലായിരുന്നു ടൈറ്റാനിക്. ഇതൊരു ഹിസ്റ്റോറിക് മ്യൂസിയമാണ്. ടൈറ്റാനിക്കിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു ടൈറ്റാനിക്കിനെ പണി കഴിപ്പിച്ചത്, എത്ര നാളെടുത്താണ് കഴിഞ്ഞത്, എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടാണ്, എത്ര മെഷീൻസ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയത്, എന്തൊക്കെയായിരുന്നു അന്ന് ഉപയോഗിച്ച എക്യുപ്മെന്റ്സ് എല്ലാം ഈ യാത്രയിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. വെറും 5 ദിവസം മാത്രമാണ് ഈ കപ്പലിനെ അതിജീവിക്കാൻ പറ്റിയത്. ഏപ്രിൽ 10 പുറപ്പെട്ട കപ്പൽ ഏപ്രിൽ 15 നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിലാണ് മുങ്ങിപ്പോണത്. അന്ന് ഈ ട്രാജഡി നടക്കുമ്പോൾ 2200ഓളം ആൾക്കാരായിരുന്നു ഈ ഷിപ്പിലുണ്ടായിരുന്നത്. അതിനകത്ത് 1500 പേര് മരിച്ചു. ഒരു 700-ലധികം ആൾക്കാരെ തിരിച്ചു കിട്ടുകയും ചെയ്തു. ഈ മ്യൂസിയം വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമുക്ക് തരുന്നത്. എന്തായാലും നിങ്ങൾ ബെൽഫാസ്റ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ഈ മ്യൂസിയം സ്കിപ്പ് ചെയ്യരുത്, മസ്റ്റായിട്ടും പോയിരിക്കണം. ടിക്കറ്റ് റേറ്റ് ഏകദേശം ഒരു 25 പൗണ്ട്. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2700 രൂപയുടെ അടുത്ത് വരും. ബെൽഫാസ്റ്റ് സിറ്റി സെന്ററിന്റെ അടുത്ത് തന്നെയാണ് ബെൽഫാസ്റ്റ് ടൈറ്റാനിക് മ്യൂസിയം വന്നത്. 5-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ഡ്രൈവോ കാറിനോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോ എല്ലാം അവൈലബിൾ ആണ്. ബെൽഫാസ്റ്റ് ഒരു പോർട്ട് നഗരമാണ്. ഐറിഷ് സീയുടെ അടുത്ത് തന്നെയാണ് ഈ ബെൽഫാസ്റ്റ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. 3 days ഞാൻ ബെൽഫാസ്റ്റിലുണ്ടായിരുന്നു. അവിടെ വേറെ ഞങ്ങൾ മെയിനായിട്ട് പോയ അട്രാക്ഷൻസ് ബെൽഫാസ്റ്റ് സിറ്റി ഹാള്, ബെൽഫാസ്റ്റ് സിറ്റി സെൻറ്റർ, ബെൽഫാസ്റ്റ് കാസിൽ, ഇവിടെയൊക്കെ ഞങ്ങൾ പോയായിരുന്നു. ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ഏകദേശം ഇംഗ്ലണ്ടിലെ മാതിരി തന്നെ സെയിം ആണ്. യൂറോപ്പിൽ എങ്ങനെ കാണുന്നത് അതേമാതിരി തന്നെയായിരുന്നു ഇവിടുത്തെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് വലിയ പ്രത്യേകത കാര്യങ്ങളൊന്നും തോന്നില്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷ് കുറച്ചും കൂടി സ്പീഡായിട്ട് ഫീൽ ചെയ്ത് ഇംഗ്ലണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ അവർ സംസാരിക്കണം ഇംഗ്ലീഷ്. ഭയങ്കരമായിട്ട് സ്ലാങ് കൂടുതലുള്ള മാതിരി. പിന്നെ ഐറിഷുകാരുടെ ഫേമസ് ബ്രാൻഡായ ഗിന്നസ് ബീർ ഇവിടെയും ഭയങ്കര ഫേമസ് ആണ്. അത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയായിരുന്നു. കുറച്ച് കയ്പ് കൂടുതലാണ് നോർമൽ ബീറിനെ വെച്ച് നോക്കുമ്പോൾ. എനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ ഒരുപാട് നല്ല റാങ്കിങ് ഉള്ള നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. ക്യൂൻസ് യൂണിവേഴ്സിറ്റി, ബെൽഫാസ്റ്റ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഇവിടെയാണ് വരുന്നത്. ഈ ബെൽഫാസ്റ്റ് കാസിലിൻ്റെ അടുത്ത് തന്നെ കേവ് ഹിൽ എന്ന് പറഞ്ഞൊരു ഹൈക്കിംഗ് സ്പോട്ട് ഉണ്ട്. ഞങ്ങൾ അത് ഹൈക്ക് ചെയ്ത് കയറിയായിരുന്നു. 1 hour 1 side ഉണ്ട് ഹൈക്ക് ചെയ്യാൻ. ഞങ്ങൾ പോയ സമയത്ത് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ ടോപ്പിലെത്തിയപ്പോൾ ഒരു കിഡിലൻ വ്യൂ ആണ് കിട്ടിയത്. ബെൽഫാസ്റ്റ് സിറ്റിയുടെ ഒരു പനോരമിക് വ്യൂ കിട്ടി. ബെൽഫാസ്റ്റ് ഒരു പോർട്ട് സിറ്റി ആണെങ്കിലും തൊട്ടടുത്ത് തന്നെ കടലും പിന്നെ ഹൈക്ക് ചെയ്യാൻ ചെറിയ മൗണ്ടൈനും ഹിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം കിട്ടുന്ന ഒരു ഫുൾ പാക്കേജാണ് ബെൽഫാസ്റ്റ് സിറ്റി. പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇംഗ്ലണ്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ UK സിമ്പിളായിട്ട് എത്തിപ്പെടാനും വന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ട് തന്നെയാണ് ബെൽഫാസ്റ്റ് സിറ്റി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.